ഈ പിണക്കത്തിന് ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു തരട്ടെ. ഒരിത്തിരി വെള്ളരിക്കാൻ നീരും ഇത്തിരി തേനും ഒരിത്തിരി പാൽപ്പാടിയും ചേർത്ത് മുഖത്ത് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞൊന്ന് കഴുകിയാൽ മുഖത്തെ ഈ മുൻകോപം മുഴുവനും മാറിക്കിട്ടും. ഓ, ഈ ആഴ്ചത്തെ വനിതാ മാഗസിനുള്ളതാ. അല്ല, ഞാനെന്താ മോണോയിട്ട് കളിക്കാൻ വന്നതാ? ഞാൻ പോവാ. പിന്നെ ഞാനൊരു പിറന്നാളിന് ക്ഷണിക്കാൻ വന്നതാ. ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടേ. അവളുടെ പിറന്നാൾ ഈ വരുന്ന 17-ാം തീയതി തിങ്കളാഴ്ച. എന്റെ വകയായി ടോം ആൻഡ് ജെറി പാർക്കിൽ ചെറിയൊരു വിരുന്നുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ ഒരു സന്തോഷത്തിന് ഈ കുട്ടി കൂടി അതിൽ പങ്കെടുക്കണം. ഞാൻ പോവാ. ഈ കുട്ടി എന്താ കുട്ടി? കുട്ടിയുടെ കാമുകി സുന്ദരിയാണോ? അതാണ് കുട്ടി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. കൊള്ളില്ല. ഇരുട്ടത്ത് കാണാൻ കൊള്ളാം, പക്ഷെ വെളിച്ചത്ത് കണ്ടാ പേടിച്ചു പോകും. ഏതാണ്ട് ഈ മുഖം പോലെ. കുഞ്ഞനന്തനല്ലേ ഇത്? അവനിപ്പോ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയ. നിന്റെ ഒപ്പം എന്നെ കണ്ട ഇനി അത് മതി. ഞാൻ പോവാ. ആശ കൊടുത്താൽ ആന കൊടുക്കരുത്. ഈ വാസോട്ടൻ എവിടെ പോയി? അതിന് പിടിച്ചോ. അച്ചോട്ടെ, ഇതാര്? നീയോ? അല്ല, ഞാൻ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. എനിക്കതില്ല. നീ എന്താ ഇവിടെ? അത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ സെൻസസ് എടുക്കാൻ ഇറങ്ങിയതാ. എന്തെങ്കിലൊക്കെ ഒരു തൊഴിൽ ജീവിക്കണ്ടേ? അല്ല, നീ എന്താ വിമൻസ് കോളേജിന്റെ മുന്നില്? ഇനി വല്ല വണ്ടിക്കച്ചവടത്തിനെങ്ങാനും ഇറങ്ങിയതാണ്? അല്ല, അത് പിന്നെ വണ്ടിക്കച്ചവടം അല്ല, ഈ പിന്നെ തെണ്ടിക്കച്ചവടത്തിനാണോടാ തെണ്ടി? വാസുവേട്ടനെ കാണാൻ വന്നതാ. എടാ, ഞാൻ വാസോട്ടെ തേടി എടുക്കല്ലേ? നീ എന്തിനാ വാസുവേട്ടനെ തേടുന്നേ? അല്ല, അത് പിന്നെ നിന്നെ കാണാതായപ്പോ ഞാൻ വാസോനെ തേടാന്ന് വെച്ചു. വാസോനെ തേടി കഴിഞ്ഞാലല്ലേ പിന്നെ നിന്നെ തേടാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മതി മതി മതി, ഉരുളണ്ട. എന്തോ ഒരു കള്ളം നിന്റെ മനസ്സിലുണ്ട്. എടാ, ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോ മാറി. അതിന്റെ മിസ്സായി. എന്ത്? ദേ, നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ റോഡിൽ നിന്ന് വിശാലായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ നീ ഒരു കാര്യം, നീ പൊക്കോ. എന്തിനാ റോഡിൽ നിന്ന് സംസാരിക്കുന്നത്? അതെന്താന്ന് വെച്ചാ, തൊഴിൽ മന്ത്രി ദാ ആ റോഡിലൂടെ ഇപ്പൊ പോകും. കൈ നീട്ടിയാൽ ഒരു തൊഴിൽ തരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കൂട്ടുകാരന് വേണോ? വേണേ വേടാ. വാസുവിന് ഇപ്പൊ അന്വേഷിക്കണ്ടാവും. നല്ല പ്രാന്തൻ. ദിവസവും ജോലി അന്വേഷിച്ചു പോകുന്നുണ്ട്. വല്ല ഗുണവും ഉണ്ടോ മോനെ? ഇന്നും ഫെയിലിയർ. ഇനി 10-7 ദിവസം മാത്രം. 7 ദിവസമോ? അതെ, 7 ദിവസം എന്ന് വെച്ചാ അത് പിന്നെ ഈ വാവിന്റെ കാര്യമാണോ കുഞ്ഞനന്തം പറയണത്? കർക്കിടക വച്ചാ ഇനിയിപ്പോ 7 ദിവസമുള്ളൂ. അതെ അതെ, വാവിന്റെ കാര്യം തന്നെ. ഇനി 7 ദിവസം മാത്രം. വാവു നാളുകളിൽ മരിച്ചുപോയവരെ തൃപ്തിപ്പെടുത്തണം. ഇലയിൽ എള്ളും ചോറൂരിലെയും വച്ച് കറുകപ്പുൽ മോതിരവും അണിഞ്ഞ് പ്രാർത്ഥനാപൂർവം അങ്ങേ ലോകത്തേക്ക് നോക്കി കൈകൊട്ടി വിളിക്കണം. പിതൃക്കളെ ആകാശച്ചെരുവിൽ നിന്നും പിതൃക്കളായി വെലിക്കാക്കകൾ പറന്നു വരും. അതിലൊരു കൊച്ചു കാക്കയായി ഞാനും ഉണ്ടാകും. എനിക്കും വെലിച്ചോറ് തരില്ലേ? തരൂ, വലിയൊരു ഉരുള തരൂ. താങ്ക്സ്. ആക്രാന്തം വേണ്ട, മെല്ലെ മെല്ലെ. നീ എന്താ ദേവിയോട് പ്രാർത്ഥിച്ചേ? കണ്ണടച്ച് പ്രാർത്ഥിച്ച കാര്യം പുറത്ത് പറയരുതെന്നാ. ഇയാൾ എന്താ പ്രാർത്ഥിച്ചത്? മറ്റൊന്നുമല്ല, ഇനി ഒരു ബൈപ്പാസ് സർജറിക്ക് ഇട നൽകാതെ നിന്റെ അച്ഛൻ കോന്തുണ്ണി നായരെ അടുത്ത അറ്റാക്കിലെങ്കിലും അങ്ങോട്ട് എടുത്തേക്കണേ ദേവീന്ന്. ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയുള്ള കാലം പ്രാക്ടിക്കലായി പ്രാർത്ഥിച്ചാലേ ഗുണമുള്ളൂ. നിന്റെ അച്ഛനൊന്ന് ചത്ത് കിട്ടാതെ നമ്മൾ ഒന്നിക്കുന്ന പ്രശ്നമേ ഇല്ല. കളവാക്കല്ല, അന്തസ്സായിട്ട് കഴി. ഹലോ, പ്രേമിക്ക? അല്ല, ഐസ്ക്രീം കഴിക്ക. കഴിച്ചോളൂ കഴിച്ചോളൂ. എന്താ ആഘോഷം? പിറന്നാളാ. ആരുടെ? എന്റെ. ഉദരം വഴിയാണ് ഹൃദയത്തിലേക്കുള്ള എളുപ്പ വഴിയെന്ന് എനിക്ക് ഇപ്പഴാ ബോധ്യായത്. നീ പഠിച്ച കാമുകനാ. തിരിച്ചോളൂ, ശരിക്കും തിരിച്ചോളൂ. ആമാശത്തിൽ കയറി വെടിവെക്കല്ലേ എന്റെ പൊന്നു കൂട്ടുകാരാ. വേഷായിട്ട് കാച്ചിണ്ടല്ലോ. ആദ്യമായിട്ട് ഐസ്ക്രീം കഴിക്കുന്നേ? അല്ല, രണ്ടാമത്തെയാ. നന്നായി. എന്തായാലും ഈ ആഘോഷം എന്റെ ആയിക്കോട്ടെ. വേണ്ട, ബില്ലിങ് തന്നെ. എപ്പോഴും പറ്റില്ലല്ലോ. ഇതെന്റെ ഒരു പാവന സ്മരണയ്ക്ക്. ആവും കാലം ചെയ്താ ചാവും കാലം കാണുന്നു.
അയ്യോ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, ഞാൻ ആ റോഡിൽ കിടപ്പുണ്ടാവും. എന്ത്? അത് നിൽക്കണ്ടാവും. ഇനിയും ചത്തില്ലേ? കാലന് പോലും താല്പര്യമില്ലാത്ത കേസല്ലേ? കാലനുമായൊരു ധാരണയിലെത്തി. താമസിയാതെ തന്നെ ചത്തു തരാം. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, വലിയ പ്രായമൊന്നും ആയില്ലല്ലോ, ആരോഗ്യത്തിനും വലിയ കുഴപ്പമില്ല, വല്ല നാട്ടുവൈദ്യന്മാരെ ഒന്ന് കാണിച്ചൂടെ? ഒരുവിധം വട്ടൊക്കെ ഇപ്പൊ ചികിത്സിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. പരിഹസിക്കരുത് പ്ലീസ്. റെയിൽവേ ട്രാക്കിൽ എന്റെ ഡെഡ് ബോഡിക്ക് തന്നെ കാവൽ നിർത്താൻ പറ്റാത്തതിലുള്ള ഫീലിങ്സ് എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. നിന്റെ ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കാൻ ഒത്തില്ലെങ്കിലും ഒരു കള്ളന്റെ ബോഡിക്ക് ഞാൻ കാവൽ നിന്നല്ലോ പോലീസ് സ്റ്റേഷനില്. റെയിൽവേ പോലീസിനോട് കളിച്ചാലുള്ള അനുഭവം ഇപ്പൊ മനസ്സിലായില്ലേ? തെളിയിക്കപ്പെടാത്ത 6 കേസുകൾ ഈ തലയിലോട്ട് വച്ചു തന്നതിൽ വളരെ നന്ദിയുണ്ട് സുഹൃത്തേ. Thank you. അത് പ്രതികാര രൂപത്തിൽ തിരിച്ചു തന്ന പോരെ? പ്രതികരിക്കാൻ പോലും കഴിയാത്തവന് ഇനി എന്ത് പ്രതികാരാണോ? പാപ്പരത്തം സ്വയം സമ്മതിക്കുന്നു. ജീവിച്ചുകൊണ്ട് ഒരു പോലീസുകാരനോട് പോലും പ്രതികാരം ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കിപ്പോ ബോധ്യായി. നല്ലത്. പക്ഷെ മരിച്ചാലോ? തീരെ പറ്റില്ല. പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. എങ്കിൽ 33 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, പ്രതികാര ദാഹവുമായി പ്രതികരിക്കാൻ എന്റെ പ്രേതാത്മാവ് തന്നെ തേടി വരും. ഉടൻ പ്രതീക്ഷിപ്പിൻ. ഇന്റർവ്യൂ എന്താണോ വല്ലവന്റെ മണി ഓർഡർ മോഷിച്ചിട്ട് തല്ല് കിട്ടിയോ എനിക്ക്? നമ്മൾ രക്ഷപ്പെട്ടു മാസേ. കുഞ്ഞനെന്തിന് ജോലി കിട്ടാൻ പോകുന്നു. ഇന്റർവ്യൂവിനുള്ള കാർഡ് നോക്കി. എന്താ? കോ ആൻഡ് കോ കമ്പനിയിൽ കുഞ്ഞനെന്തിനെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. എനിക്ക് ഈ കണ്ണ് പിടിക്കില്ല, ഒന്ന് വായിച്ചേ. തിങ്കളാഴ്ച ഇന്റർവ്യൂവിന് ചെല്ലണം. അപ്പോയിന്റ്മെന്റ് ടൈം കാലത്ത് 10 മണിക്കാ. എന്റെ ദേവി, വിളി കേട്ടല്ലോ. കാലത്തെ തപാലിൽ തന്നെ കത്ത് കണ്ടപ്പോ അതുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇന്നിനി ഈ പഞ്ചായത്തുകാർക്കും കത്ത് കൊടുക്കുന്ന പ്രശ്നമില്ല. മാഷെ ഇങ്ങോട്ട് വന്നേ. വാന്ന് ഇനി പ്രശ്നമില്ല മാഷെ. ജോലി കിട്ടിയ സ്വത്തുഭാഗം നടക്കുമല്ലോ. എടോ, ചെകുത്താനും ചില നേരം ദൈവം ആകുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ദൈവം തരും. ഇന്റർവ്യൂ കവർ കവർ കവർ. കിട്ടുവന്നേ. എടാ, നിന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. നമുക്ക് കളിക്കാം. ഓ, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വെറും ഒരു ഫോർമാലിറ്റിയാ. ജോലി കിട്ടണമെങ്കിൽ മോളിലുള്ള ആൾ കരിയണം. മോളിലുള്ള ആളോട് ഈ അമ്മ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് മോനെ. അമ്മ പ്രാർത്ഥിച്ച ആളല്ല, അതിന്റെയൊക്കെ മോളിൽ ചിലരുണ്ട്. രാഷ്ട്രീയക്കാരുടെ ശുപാർശകളല്ലാതെ ദൈവങ്ങളുടെ ദയാർജി അവർ സ്വീകരിക്കാറില്ല. ഡോ, ഈ കോയൻകെ കമ്പനിയിൽ ഇന്റർവ്യൂവിന് വിളിക്കാന്ന് വെച്ചാൽ തന്നെ ജോലി കിട്ടിയാൽ മതില്ല. ഇപ്പൊ ഇങ്ങനെ ചടച്ചെടുക്കുന്ന നേരം കൊണ്ട് ഒന്ന് പോയി നോക്കിക്കൂടെ എനിക്ക്? വേഷം കെട്ടിപ്പോയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മാത്രമല്ല 10 ദിവസത്തിന് ഇനി 3 ദിവസം ബാക്കിയുള്ളൂ. 3 ദിവസവും? അത് പിന്നെ അതെ, മാസം തികയാൻ ഇനി 3 ദിവസം. എന്താ മാസം ചെയ്യാൻ? താൻ എന്താ പ്രസവിക്കാൻ പോവാ? എടോ, ഇനി മാസം ചെയ്യാൻ 6 ദിവസമുണ്ട്. 3 ദിവസം എന്താ വിഴിക്കും? അല്ല, 6ന്റെ പകുതിയാണല്ലോ 3. അപ്പൊ 3 ടോട്ടൽ 6. അത് നേരാ. അതിനേക്കാൾ മണ്ടന് വേണം. 3 ആയി. എടോ, ഈ പണ്ടാറക്കാലിന് ജോലി കിട്ടിയാലേ നമുക്ക് ഗുണമുള്ളൂ. എങ്ങനെയെങ്കിലും ഇതിന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് അയക്കണം. അതെങ്ങനെ? ഞാൻ പറയാം. തൽക്കാലം നമുക്ക് സ്പോൺസർമാരാണ്. പോകാനുള്ള ഉടുപ്പും ഷൂസും പാന്റും അത്യാവശ്യത്തിനുള്ള കാശും നമുക്ക് 2 പേർക്കും പങ്കിട്ട് കൊടുക്കാം. എന്താ? ഓക്കെ, ഐ ആം റെഡി. ഇങ്ങോട്ട് വരിക, ഇവിടെ വരിക. പണത്തെ കുറിച്ചൊന്നും താനിപ്പോ പേടിക്കണ്ട. പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ 2 പേരും കൂടി അങ്ങോട്ട് നടത്തിക്കോളാം. അത് വേണോ? അത് വേണം. അത് ഞങ്ങൾ അളിയന്മാരുടെ ഒരു അവകാശമാണ്. മുടക്കം പറയരുത് മോനെ, ഒരു നല്ല കാര്യത്തിനല്ലേ. വാസുവേട്ടൻ. അയ്യോ, സോറി, കണ്ടില്ലായിരുന്നു. ഭയങ്കര സ്പീഡായിരുന്നു അല്ലേ? വായുകുളി വാങ്ങിക്കാനാവും. ആർക്കാണാവോ? മുത്തച്ഛനോ അച്ഛനോ കൊച്ചച്ഛനോ ഇളയച്ഛനോ വെല്ലിച്ചനോ അതോ നാട്ടുകാരോ വല്ല ഒരു അച്ഛനോ? ഒരു പാവം വഴിയാത്രക്കാരനെ ഈ കോലത്തിലാക്കിയില്ലേ.
താങ്ക്സ്. പ്ലീസ് വീട്ടിൽ കൊണ്ടുപോയി വിടാം. ഡ്രസ് ചേഞ്ച് ചെയ്യാലോ? നത്തിങ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്തോണ്ടൊന്നും ഒരു കാര്യമില്ല. അലക്കിയാൽ പോവാത്ത അഴുക്കും തടവിയാൽ പോകാത്ത തലയിലെഴുത്ത് എന്റേത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. കുട്ടി പൊക്കോളൂ. ഡസൻ മാറ്റർ. കുട്ടി പൊക്കോളൂ. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിന് വേഷം കെട്ടി പോവായിരുന്നു. ഇനിയിപ്പോ ഈ നീലക്കുറുക്കന്റെ വേഷത്തിൽ തന്നെ അങ്ങോട്ട് പോവാം. അയ്യോ, ഇന്റർവ്യൂവിന് പോവായിരുന്നോ? വീട്ടിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാം പ്ലീസ്. 10 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. ഇനി നീട്ടി വലിച്ച് നടന്നാൽ തന്നെ ഷാർപ്പ് ടൈമിൽ അവിടെ എത്താൻ പറ്റുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. എവിടെയാ ഇന്റർവ്യൂ എന്ന് വെച്ചാ അവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അല്ല, അത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാ. പ്ലീസ്. ഇറ്റ്സ് ഓക്കെ, വെറുതെ വരാം. ഇറ്റ്സ് ഓക്കെ. അല്ല, ഇത് എവിടേക്കാ? അച്ഛനെ കാണാൻ. അച്ഛന്? അല്ല, അച്ഛനെ. അയ്യോ, കൃത്യസമയത്ത് തന്നെ എത്തി. ഹോ. ഓ, ഇവിടെ കംപ്ലീറ്റ് പൊടിയാണല്ലോ. സോറി. നോക്കി ചിരിക്കാതെ പട്ടിപ്പുല്ലേ, ഇത് മരിക്കാൻ പോകുന്നതിന്റെ വേഷം കേട്ടാ. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. വാട്ട് ഈസ് ദിസ്? ഇഷ്ടിയക്കളത്തിൽ നിന്നാണോ വരുന്നത്? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തന്നെയാണോ വന്നത്? അതോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ? സോറി, സത്യത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായി സകലർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് സാർ. ഒരു മിനിറ്റ്. വെൽ ഡ്രസ്ഡ് ആയിട്ട് ഞാനിങ്ങനെ റോഡിലൂടെ വരികയായിരുന്നു വിത്ത് ഫയൽ. ചീറി പാഞ്ഞെത്തിയ ഒരു പാവം കാറിന് ഒരു കൗതുകം തോന്നി. ചെളിയിൽ കുളിപ്പിച്ച് ദാ എന്നെ കോലത്തിലാക്കി. വകതിരിവില്ലാത്ത ആ പാവം കാറിന് അറിയില്ലായിരുന്നു സാർ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരികയാണെന്ന്. പിന്നെ പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു. ഉടൻ തന്നെ വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എനിക്ക് ഇവിടെ തിരിച്ചെത്താമായിരുന്നു. പക്ഷേ അപ്പോയിന്റ്മെന്റ് ടൈം കീപ്പ് ചെയ്യാൻ പറ്റില്ല. പറ്റോ? ഇല്ല. സോറി സാർ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരു സ്ഥാപനത്തിന് പേഴ്സണാലിറ്റിക്കൽ വലുതാണ് പങ്ക്ച്വാലിറ്റി എന്ന്. പക്ഷെ ഇപ്പൊ മനസ്സിലായി സാർ, ഇവിടെ പങ്ക്ച്വാലിറ്റിക്കൽ വലുതാണ് പേഴ്സണാലിറ്റി എന്ന്. എന്റെ പങ്ക്ച്വാലിറ്റി പേഴ്സണാലിറ്റിക്ക് വേണ്ടി ഞാൻ പ്രശ്നമാക്കില്ല സാർ. വേണ്ട സാർ, ഇത്തരം ഒരു സ്ഥാപനത്തിന് എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ജോലി തരരുത്, എന്നെ നിർബന്ധിക്കരുത് സാർ. പ്ലീസ് വെയിറ്റ്, എനിക്ക് ടൈം തന്നേ. പ്ലീസ് ഷോ യുവർ സർട്ടിഫിക്കറ്റ്സ്. എന്തിനാ സാർ? താങ്ക് യു. ഓക്കെ, യു ആർ സെലക്ടഡ്. ആ വരവ് കണ്ടാലറിയാം അവലക്ഷണം. ഫു, യോഗം വേണടോ, യോഗം. സ്പോൺസർ ചെയ്ത വകയിൽ 800 രൂപ തൊലഞ്ഞു. സ്വന്തം മക്കൾക്ക് നല്ലൊരു ഡ്രസ് എടുത്തു കൊടുത്തിട്ടില്ല. ആ, പുത്തനുടുപ്പ്. വിഷമവും കൊണ്ടാ വരുന്നത്. മതി, ഇനി എല്ലാരും ചേർന്ന് ആ കുട്ടിയെ വേദനിപ്പിക്കണ്ട. ജോലിക്ക് ശ്രമിക്കുന്നതും കിട്ടാത്തതും സാധാരണയല്ലേ? ഇന്റർവ്യൂവിന് പോടുന്ന തല്ലും കിട്ടിയോ? ഈ വരവ് കണ്ടപ്പോ തോന്നിയൊരു അവസ്ഥ പറയട്ടെ. അട്ട ചങ്കി കുടുങ്ങിയ മട്ടുണ്ട്. സത്യം, അട്ട ചങ്കി കുടുങ്ങി. എനിക്ക് ജോലി കിട്ടി. 11-ാം തീയതി തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ പുസ്തകടുപ്പ് ധരിപ്പിച്ച് പറഞ്ഞയച്ച പാടാവില്ലെന്ന് മഹാലക്ഷ്മി ഇപ്പൊ പറഞ്ഞോളൂ അല്ലേ? അതെ. മക്കളെ, അങ്കിളിന് ജോലി കിട്ടി. പോയി ഷെയ്ക്കാൻ കൊടുക്ക്. എപ്പൊ നോക്കിയാലും അങ്ങോട്ട് ചെല്ലേ കൊടുക്കും മാമനി. വലിയ ലാഭം കിട്ടിയില്ലെങ്കിലും സ്പോൺസർമാർക്ക് മുതൽ നഷ്ടപ്പെടാത്ത ഒരു മാഞ്ചിയം പദ്ധതി അല്ലേ മാഷേ? കഴിഞ്ഞ ആഴ്ചത്തെ ലെറ്ററിലും കൂടി ചേട്ടൻ എഴുതിയതാ. എന്തൊക്കെ കേൾപ്പിച്ചാലും അവനും ഒരു നല്ല കാലം ഉണ്ടാവുമെന്ന്. അമ്മയുടെ പ്രാർത്ഥനയോ ദേവിയുടെ അനുഗ്രഹം എന്തോ കിട്ടിയമ്മേ. എന്റെ മോനെ. കാറിൽ വരിക, ചെളി തീർപ്പിക്കുക, അതേ കാറിൽ തന്നെ കയറ്റി കമ്പനിയുടെ വാതിക്കെ കൊണ്ട് ഇറക്കുക, ജോലി കിട്ടുക. എന്തൊക്കെയോ ചില ഐശ്വര്യങ്ങളുണ്ടടാ അവൾക്ക്. അവളെ പിന്നെ കണ്ടോ നീ? പേര് പോലും ചോദിച്ചില്ല. കാണണം, കണ്ടാലൊരു നന്ദി പറയണം. നിന്റെ പ്രേമം ഇതുവരെ മഹാദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ? എന്തായാലും നിന്നെ പോലെ പ്രേമകൃഷിത്തോപ്പിലെ നോക്കുകുത്തിയാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. തുടക്കത്തിൽ അങ്ങനെയൊക്കെ തോന്നും. എടാ, എനിക്ക് നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ള പെണ്ണ് മറ്റെവിടെയോ ആണ്. ഏതോ അടുക്കളയിൽ അവളിപ്പോ അത്താഴത്തിന് അരിയിടുന്നുണ്ടാവും. അത് നിന്റെ പെണ്ണ്. എന്റെ പെണ്ണിപ്പോ അടുക്കളയിൽ ജോലിക്കാരിയോട് വഴക്കിടുന്നുണ്ടാവും. മഹാമടിച്ചിയാ, മൂക്കത്താ കോപം. ഭയങ്കര തന്റേടിയാ. ഓന്തുണ്ണി നായരോട് ധിക്കാരവും പറഞ്ഞ് തല്ലാനോങ്ങിയപ്പോഴോ
സൂത്രത്തിൽ കൊഞ്ഞനം കുത്തി അകത്തേക്ക് ഓടും. ഇനി പഠിക്കാൻ ചെന്നിരുന്നപ്പോഴോ മനസ്സ് മുഴുവനും ഞാനായിരുന്നു. ജോഗ്രഫി പുസ്തകത്തില് 87-ാം പേജിൽ വെച്ച ഒരു മയിൽപീലിത്തുണ്ട് ഒരു പിറന്നാളിന് ഞാൻ സമ്മാനിച്ചതാ. ആകാശം കാണാതെ പുറത്തെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആകാശം കണ്ട മയിൽപീലി ചത്തുപോത്രേ. എടാ, ഇതിനേക്കാൾ വലിയ കോട്ടകൾ ഞാൻ കിട്ടിയിട്ടുണ്ട് അറിയോ. ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും ഒക്കെ തീറ്റിച്ചിട്ടുണ്ട്. എന്നിട്ടും അടുപ്പീന്ന് വലിച്ചെടുത്ത വിറക് കൊള്ളി പോലത്തെ തെണ്ടി മുറച്ചർക്കം വന്നപ്പോ എന്നെ കളഞ്ഞിച്ച് പോയില്ലേ. എന്തായാലും എന്നെ സഹായിക്കാൻ വന്ന് അവളുടെ അനുജത്തിയെ തന്നെ വലവീശി പിടിച്ചവനല്ലേ നീ. അവളുടെ അനുജത്തി ആയതുകൊണ്ട് പറയാ, വിശ്വസിക്കരുത്.